ഒരുക്കത്തെ കുറിച്ച് ഞാൻ അവസാനം പറയാം. ഇവിടെ വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവത്തിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത് വിശേഷമായി വഹിക്കുക എന്നുള്ളത്. വിശേഷമായിട്ട് വഹിക്കുക. അപ്പോൾ ഇന്ന് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടവരും വിവാഹം കഴിക്കാൻ പോകുന്ന വിവാഹം കഴിച്ചവർക്കും എല്ലാവർക്കും ഉതകുന്ന ഒരു ചെറിയ സന്ദേശമാണ് പ്രസ്താവിക്കുവാനായി പോകുന്നത്. ഈ വിവാഹത്തിന് മുൻപ് ചിലര് സ്വർഗവും നരകവും ഇല്ലെന്നൊക്കെ ചിലർ പറയാറുണ്ട് കേട്ടോ, വിവാഹത്തിനൊക്കെ മുമ്പ്. പക്ഷേ ചിലർ വിവാഹം കഴിയുമ്പോഴാണ് പറയുന്നത് സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറയുന്നവരുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളെ ഞാൻ പേടിപ്പിക്കാനൊന്നുമല്ല, എങ്കിലും അത്യാവശ്യമായ ചില കാര്യം പറഞ്ഞു മാത്രമേ. അപ്പം ദൈവം ആദ്യം സ്ഥാപിച്ചതാണ് കുടുംബം. ദൈവം ആദ്യം സ്ഥാപിച്ചത്. ദൈവം ആദ്യം സ്കൂളുകളല്ല സ്ഥാപനങ്ങളല്ല സ്ഥാപിച്ചത്. ദൈവം ആദ്യം സ്ഥാപിച്ചത് കുടുംബമാണ്. കുടുംബത്തിന്റെ അസ്ഥിവാരമാണ് വിവാഹം. വിവാഹമില്ലെങ്കിൽ കുടുംബമില്ല, കുടുംബമില്ലെങ്കിൽ സമൂഹം. എല്ലാറ്റിൻ്റെയും അടിത്തറ കുടുംബമാണ്. വിവാഹത്തിന് ഒത്തിരി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആമുഖമായിട്ടുള്ള ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിപ്പനായി പോവുകയാണ്. ഇവിടെ ഈ ഭാഗ്യഗീതകൾ ബലഹീനമായിരിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല പകുതി കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ല പകുതി നഷ്ടപ്പെട്ടു പോയ ആ നല്ല പങ്ക് എവിടാണെന്നുള്ള അന്വേഷണം. ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കൾ പറഞ്ഞത് പക്ഷേ ഒത്തിരി കല്യാണങ്ങളൊക്കെ വന്നെങ്കിലും ഉണ്ടല്ലോ, അനുവിന് ഫ്രെഡിയെ കണ്ടപ്പോഴും ഫ്രെഡിക്ക് അനുവിനെ കണ്ടപ്പോഴും ഇനി വേറെ കല്യാണമൊന്നും വേണ്ട, ഇത് തന്നെ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് എവിടാന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് ഇനി ഇത് മതി, വേറൊന്നും നോക്കണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് മാത്രം മതിയെന്നാണ് അവർ രണ്ടുപേരും പറയാൻ കഴിയും. അതിന് കാര്യം പ്രധാനമായിട്ടുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നേരം നമ്മൾ തക്ക തുണയെ ദൈവം ഉണ്ടാക്കി കൊടുത്തു. തക്ക തുണ സാധാരണ ഞാൻ ഓർപ്പിക്കാറുണ്ട്. അതിൽ എബ്രായ ഭാഷ പറഞ്ഞ യെസ്റ്റർ നെഗ്നോ എന്ന പദമാണ്. അതിൽ എന്ന് പറഞ്ഞാൽ ആദാമിന്റെ അന്തസ്സിന് ചേർന്നതിനെയാണ് ദൈവം ഉണ്ടാക്കി കൊടുത്തത്. അന്തസ്സിന് ചേർന്നത്. അപ്പൊ പിന്നെ ആദാമിന്റെ അന്തസ്സിന് ചേർന്നതാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ വന്നിട്ടും ഡിവോഴ്സിന് പോയില്ല, പോരായ്മകൾ വന്നിട്ടെങ്കിലും പോയില്ല, കാര്യമില്ല. അന്തസ്സിന് ചേർന്നതിനെ തന്നെന്നുള്ള ഉത്തമ ബോധ്യം ആദാമിനുണ്ടായിരുന്നു. രണ്ടുപേരും അല്ലേ, ആ ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. ഉത്തമ ബോധ്യം. ഈ ഞാൻ പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം, വളരെ വിജയകരമായ ജീവിതത്തിന്റെ ചില താക്കോലുകൾ ഞാൻ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചിന്ത ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു ചിന്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എനിക്ക് ഒത്ത ആളിനെയല്ല കിട്ടിയെന്നൊരു ചിന്ത. മനസ്സിലായില്ലേ? അങ്ങനെ ചില ചിന്തയോളം. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കൊച്ചുമക്കളായ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ പാസ് എന്തോ പറയാൻ ഇവിടെ കൂടെ വന്നതാ, എന്തോ പറയാനാ, വേറെ കല്യാണമൊക്കെ വന്നതായിരുന്നു, പക്ഷേ അത് വേണ്ടെന്ന് അങ്ങ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ പഴയ ഫോട്ടോ ഒക്കെ നോക്കുന്ന ആൾക്കാരും മാട്രിമോണി അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരൊക്കെ ഇന്ന് കാണാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിശുദ്ധ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുപറ്റിയെന്നൊരു ചിന്ത രണ്ടുപേർക്കുണ്ടാകാൻ പാടില്ല. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതിനെ കർത്താവ് തന്നു എന്ന് ഫ്രെഡിക്കും അനുവിനും അകത്ത് നല്ല താല്പര്യ ചിന്തയുണ്ടെങ്കിൽ പിന്നെ ലോകത്തിലെ ഒരു ശക്തിക്കും ഈ ആരംഭിച്ചിരിക്കുന്ന ഈ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയുന്നില്ല. അതുകൊണ്ട് രണ്ടുപേർക്ക് ഉറപ്പുണ്ടായിരിക്കണം, ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതിനെ കർത്താവ് തന്നു. അതാണ് ഏറ്റവും ആഴമായിരിക്കുന്നത്. ആ ഉറപ്പ് വേണം രണ്ടുപേർക്ക്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സദസ്സിലേക്ക് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് അസംസ്കൃത സമൂഹത്തിന്റെ ഒരു ശിശുടൻ എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നന്മകൾ കാണാൻ അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കർത്തൃദാസന്മാർക്ക് ഈ അവസരം നൽകി എന്നുള്ളതിലും വിശേഷിക്കാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പക്ഷെങ്കിൽ ഇന്ന് വിവാദിച്ചുമായപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ഓർപ്പിക്കാൻ, എസ്റ്റാബ്ലിഷ് യുവർ പ്രൈവറ്റ് ഗോൾ. സ്വന്തമായ ഭവനം നിങ്ങൾ എന്ത് ചെയ്യണം? ചാലക്കുടിയിൽ നിന്നും ഒത്തിരി കടമെടുക്കരുത്, കൊച്ചിയിൽ നിന്നും ഒത്തിരി കടമെടുക്കരുത്. മനസ്സിലായില്ലേ? രണ്ടിടത്തുനിന്നും കൂടെ നല്ലതെടുത്തിട്ട് സ്വന്തമായ ഒരു ഭവനം, സ്വന്തമായി എസ്റ്റാബ്ലിഷ് യുവർ പ്രൈവറ്റ് ഗോൾ. സ്വന്തമായിരിക്കുന്ന ഒരു ഭവനമായിരിക്കണം പണിയേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. there is a creation of new family. അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനതായിരിക്കുന്ന വ്യക്തിത്വമുള്ള വ്യത്യാസമുള്ള ഒരു മാതൃകാപരമായ കുടുംബജീവിതമായിരിക്കണം നിങ്ങൾ രണ്ടുപേരും പണിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ എസ്റ്റാബ്ലിഷ് യുവർ
പ്രൈവറ്റ് രണ്ടുപേരും ശ്രദ്ധിക്കണേ മാതാപിതാക്കള്. നിങ്ങൾ ഒത്തിരി ചിന്തകളുണ്ടെങ്കിലും കല്യാണത്തിന് ഒത്തിരി മെസ്സേജ് കേൾക്കുമെങ്കിലും എനിക്ക് പറയാനുള്ളത്, രണ്ട് മാതാപിതാക്കളും കൂടെ പിള്ളേരുടെ സ്റ്റീറിംഗ് പിടിക്കാനായിട്ട് തുടങ്ങുക. മനസ്സിലാക്കി മോനെ മോനെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പപ്പായും അമ്മയും ഉണ്ടല്ലോ, ഇനി അനുവനു എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഒരു വിഷമമൊന്നും വെക്കിക്കൊണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല കുടുംബത്തിനകത്തും ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾ സ്റ്റീറിംഗ് പിടിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ മോള് കഞ്ഞി കുടിച്ചോന്നൊന്നും ഇന്ത്യയുടെ കാര്യമില്ല. വെൽക്കുട്ടി പാസ്റ്ററുടെ ദൈവദാസിയോട് ചോദിക്കേണ്ട കാര്യം, ചെറുക്കനെ കണ്ടാൽ തന്നെ അറിയാം അവൻ പോറ്റി പുലർത്താനുള്ള കെട്ടും തന്നിടമുള്ള ചെറുക്കനാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ചെല്ലി കൂടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് കൊച്ചി വരെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 3 പ്രാവശ്യം വിളിക്കും. മോളെ എവിടായി, മോള് ചാലക്കുടി കഴിഞ്ഞോ, പിന്നെ അമ്മ സ്വന്തം ആരുമാ കഴിഞ്ഞെന്നൊക്കെ കൂടെ ചോദിക്കുന്ന കാര്യമുണ്ട്. ഈ മാതാപിതാക്കന്മാരുടെ ആവശ്യമില്ലാത്ത സ്റ്റീറിംഗ് ഇവിടുത്തുണ്ടല്ലോ അവസാനിപ്പിക്കുന്നതാണ് പല കുടുംബങ്ങളെയും അനുഗ്രഹത്തിന് കാരണം. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ അതുകൊണ്ട് എസ്റ്റാബ്ലിഷ് യുവർ പ്രൈവറ്റ് ഗോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, മാതാപിതാക്കളെ ഉപേക്ഷിക്കരുതല്ല, അവരെ ബഹുമാനിക്കണം. എല്ലാ ഓഹരിയിലും നമുക്ക് നന്മ കൊടുക്കണം. അവർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ നന്മകളാണ് നിങ്ങൾ കാണുന്ന നന്മകൾ. അതുകൊണ്ട് എക്കാലത്തും അവരുടെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റത്തക്ക നിലയിൽ നിങ്ങൾ അവരെ കർത്താവ് നന്നായിട്ട് ഉണ്മയായിട്ട് അവരെ കരുതാനുള്ള ബാധ്യത ഉണ്ടായിരിക്കണം. 2 രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂ യുവർ കോർട്ട്ഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ വിജയകരമായ കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നില്ല. അതൊന്നും ഉണ്ടാകുന്ന കാര്യമില്ല. അതിന് ശരിക്കും വില കൊടുക്കണം. മനസ്സിലായില്ലേ? സ്നേഹം പെട്ടെന്ന് വരത്തില്ല. സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. അതിന് വേറെ പകരമൊന്നും ഇല്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. അപ്പം സന്തോഷം നമുക്ക് അന്വേഷിക്കുമ്പോൾ കൊടുക്കുന്നതല്ല. മനസ്സിലായില്ലേ? വിളിക്കുമ്പോൾ ഉള്ള സ്നേഹമല്ല. മനസ്സിലായില്ലേ? ഫ്രെഡി അന്വേഷിക്കുമ്പോഴുള്ള സന്തോഷമല്ല, അന്വേഷിക്കാതെയുള്ള സന്തോഷം, സ്നേഹമെല്ലാം കൊടുക്കാൻ നമ്മളെന്താണ് ബാധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സംഭവിക്കത്തില്ല. ഇത് വളരെ വിജയകരമായി തീരണമെന്നുണ്ടെങ്കിൽ ശരിയായ ബന്ധം സ്ഥാപിച്ച് അതിന് വില കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ജയകരമായ കുടുംബജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം മക്കൾ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന്, എസ്റ്റാബ്ലിഷ് യുവർ പ്രൈവറ്റ് ഗോൾ. സെക്കൻഡ് പോയിന്റ്, കണ്ടിന്യൂ യുവർ കോർട്ട്ഷിപ്പ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി അത് വികസിപ്പിക്കുവാൻ, അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനായിട്ട് എന്ത് ചെയ്യണം? ഇടയായി. രണ്ടുപേരും 2 സ്ഥലത്താണെങ്കിലും ഇപ്പൊ ഫ്രീ ആയിട്ട് ഫോൺ വിളിക്കാനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ അറിയാലോ, വർത്തമാനം പറയാനായിട്ട്. മനസ്സിലായില്ലേ? ഞാൻ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് വർത്തമാനമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മനസ്സിലായി? അതുകൊണ്ട് ഫ്രെഡി ആ കാര്യത്തിന് ഇത് വളർന്ന്, കാരണം സൃഷ്ടിച്ചപ്പോൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട്, കാരണം പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, ഹവ്വായെ സൃഷ്ടിച്ചത് എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. വിശ്വാസം വന്നപ്പോൾ കൊണ്ട് ഫ്രെഡി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേട്ടോ, ഗൗരവത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ തന്നെ ഗൗരവത്തോടെ ഫ്രെഡി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തന്നിടത്തോടെ പുരുഷനാകാനുള്ള കഴിവുകൊണ്ട്, ഗാംഭീര്യമുള്ള മുഖത്തോട്, ആഴമുള്ള ശബ്ദത്തോട്, വളരെ പുരുഷന്റെ കരുത്തോട് അവൻ ഇരിക്കുന്നത്, ഫ്രെഡി ഇരിക്കുന്നത്. അനുവാണ് നീ വന്നപ്പോൾ മുതലേ ചെറിയ പുഞ്ചിരിയ കാര്യം എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, വേഗത്തിൽ മനസ്സ് വ്യതിചലിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല മൂടോടാണ് വരുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മുഖം വീർപ്പിച്ച് കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഓർത്തോ, അണ്ടർസ്റ്റാൻഡ് ഈച്ച് ശരിക്കും എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ പറയുന്നത് വർത്താനമൊക്കെ ശരിക്കും പറയണം. വർത്താനം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ സഹോദരിമാരെ സംസാരം എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അവർ കണ്ടമാനം വർത്താനം പറയും. മനസ്സിലായില്ലേ? അവർ ലേഖനം പോലെ. മനസ്സിലായി? നമ്മളിങ്ങനെ ഈ ചെറിയ സെന്റൻസുകൾ പ്രധാനപ്പെട്ട പോയിന്റേ പറയത്തുള്ളൂ. പക്ഷേ അവരിങ്ങനെ ലേഖനം എഴുതുമ്പോൾ ഒത്തിരി പറയാൻ, അതുകൊണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ സമയം എത്തിയണമെന്ന് അറിയാമോ, സ്പെൻഡ് ചെയ്യാനായിട്ട് ഇടയായിത്തീരണം. മനസ്സിലായി? ഇല്ലെന്നുണ്ടെങ്കിൽ അനുയായിരിക്കും എന്നോട് അച്ഛൻ സ്നേഹമില്ലെന്നുള്ള ചിന്ത വരാൻ ഇടയായിത്തീരും. ചിലരൊക്കെ 3 ഫ്ലാറ്റ് ഉണ്ടെങ്കിലും, ബഹുനില കെട്ടിടമുണ്ടെങ്കിലും, ബംഗ്ലാവ് ഉണ്ടെങ്കിലും ഒക്കെ ഈ അടുത്ത കാലത്ത് ഒത്തിരി വിവാഹമോചനങ്ങൾ നടക്കുമ്പോഴുണ്ടല്ലോ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, എൻ്റെ പാസ്റ്റർ, എൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് സംസാരിക്കാനായിട്ട് ലൈസൻസ് ഉള്ള ചില ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. മനസ്സിലായില്ലേ? അവരുടെ പുറകെ പലരും ഓടിപ്പോകാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പങ്കാളിയോട് നന്നായി വർത്തമാനം പറയാൻ, സംസാരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുവാനായിട്ടിടയായിത്തീരും. പ്രധാനമായിട്ട്
ഗാർഡ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ എന്ത് ചെയ്യണം? എപ്പോഴും നന്നായിട്ട് സാധ്യത ആദ്യം ഓർപ്പിച്ചല്ലോ, അതിനെ ശത്രു കേൾക്കാനായിട്ട് പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പം ഒരു ശരിയായ രീതിയിൽ സ്വന്തമായ ഒരു കുടുംബം ശരിക്കതിനു വേണ്ടി വില കൊടുക്കുവാൻ. മൂന്നാമത്, ഇത് ദൈവം കുട്ടിയോജിപ്പിച്ചതാണെന്നുള്ള ഉത്തമ വിശ്വാസം നമ്മെ പരിശീലിക്കും. സ്തോത്രം. അങ്ങനെ കുടുംബജീവിതം നന്നായി നയിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല, ആ തരത്തിലുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾ നയിക്കുന്നെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിക്കുന്നത്, നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. മാരേജ് ഇറ്റ് ഈസ് എക്സാം. മനസ്സിലായി? ഒരു എക്സാം രണ്ടുപേരും എഴുതാൻ പോകും. രണ്ടുപേരും കൂടെ ഇപ്പോൾ മുതൽ അതിന് ഒരുക്കമാണ്. അപ്പം ഈ ഒറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ, ഒറ്റ എക്സാമേ ഉള്ളൂ. 2 എക്സാമില്ല, സെക്കൻഡ് ചാൻസ് ഇല്ല. രണ്ടുപേരും ഇന്ന് മുതൽ തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് കർത്താവ് അവസരം നൽകുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ നന്നായിട്ട് അത് പൂർത്തീകരിക്കും, അത് പാസ്സാകും എന്ന് രണ്ടുപേർക്കും ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അതിനുവേണ്ടി രണ്ടുപേരും എന്ത് ചെയ്യണം? തയ്യാറാക്കുവാനായിട്ടിടയായിട്ടില്ല. പ്രധാനമായിട്ട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ള കാര്യം, വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് ഒരു പാളയത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് വലത് കൈ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. പക്ഷേ പാളയത്തിനകത്ത് സംരക്ഷണങ്ങളുണ്ട്. എല്ലാ കാര്യാദികളും മാതാപിതാക്കന്മാരുടെ, ബന്ധുക്കളുടെ, ചാർച്ചക്കാരുടെ ഒക്കെ വലിയ സംരക്ഷണം ലഭിക്കാനിടയായിത്തീരും. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്ന പാളയത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് വലതുകാൽ എടുത്തു വെക്കാൻ പോകുക. പടക്കളത്തിനകത്ത് യുദ്ധമുണ്ട്, വെല്ലുവിളികളുണ്ട്, പട്ടിണിയുണ്ട്, പൈതാകമുണ്ട്. പക്ഷേ ഇരിക്കുന്ന ദൈവദാസന്മാരോടും നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ അവരെങ്ങനെയായി പടക്കളത്തിൽ ജയിച്ചതെന്ന് ചോദിച്ചാൽ അവർ സധൈര്യം പറയും, പടക്കളത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരാനിടയായി. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ജോലി വേണം, ബംഗ്ലാവ് വേണം, സ്വന്തമായ വീട് വേണം, നല്ല സുഖ സൗകര്യങ്ങൾ വേണം. പക്ഷേ ഒരു ദൈവദാസൻ എന്നുള്ള എനിക്ക് നിങ്ങളെ ഓർമ്മിക്കുവാനായിട്ടുള്ളത് അതൊന്നും വേണ്ടെന്നല്ല. അതിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടിയത് ഈ പടക്കളത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആവശ്യം വേണ്ട ഉയരത്തിലെ ദൈവശക്തിയാണ് നിങ്ങളുടെ മേൽ വേണ്ടിയത്. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ, തകർന്നു പോകാതെ, പരാജയപ്പെട്ടു പോകാതെ ഒരു വിശ്വസ്ത ഭർത്താവായി, ഒരു വിശ്വസ്ത ഭാര്യയായി മുന്നോട്ട് പോകാൻ ഉയരത്തിലെ ശക്തി വേണമെന്ന് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മുതലേ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ ഉയരത്തിലെ ദൈവത്തിൻ്റെ ശക്തി സ്വർഗം നിങ്ങളുടെ മേൽ പകരുക തന്നെ ചെയ്യും. കൈയ്യോർത്തികർത്താവിന് സ്തോത്രം ചെയ്താണ്ട് ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയങ്ങളോട് പറയട്ടെ, അനേക കുടുംബങ്ങൾ തകർന്ന കുടുംബങ്ങളായിരിക്കാം. ഈ ഭർത്താവിനെ വേണ്ട, ഭാര്യ വേണ്ട എന്ന് പറയുന്ന കുടുംബങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ ഭർത്താവ് നിമിത്തം, ഭാര്യ നിമിത്തം വേദന അനുഭവിക്കുന്നവരായിരിക്കാം, വിവാഹമോചനം കഴിഞ്ഞവരെ പോലെ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, യേശു ആദ്യം അത്ഭുതം നടത്തിയത് കാനാവിലെ കല്യാണ വീട്ടില്ല. അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ പോരായ്മകൾ വന്നു കേട്ടോ. ഇന്ന് കാണുന്ന വിരുന്നുകാരും പാട്ടുകാരും അതിഥികളൊന്നും എപ്പോഴും കണ്ടെന്നു വരത്തില്ല. പക്ഷേ അല്പം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ വരും. പക്ഷേ പോരായ്മകളെക്കാൾ വലിയവനായിരിക്കുന്ന ഒരുവൻ ഞങ്ങൾക്ക് പറയാനും കഴിയും, ഞങ്ങളുടെ കൂടെയുണ്ട്. അത് മറ്റാരുമല്ല, നസറനായ യേശുവ. എൻ്റെ യേശുവിനോട് പരാതികൾ പറഞ്ഞാൽ അവൻ സ്വന്തം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വിടുന്നവനല്ല. പിന്നെയോ ആ പരാതിക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന യേശു ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഈ വിവാഹ നിശ്ചയത്തിന് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി ഒരു ശൂന്യത മാറ്റുവാൻ കഴിയുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നു. അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ മാത്രമല്ല, ഈ ഓഡിറ്റോറിയത്തിലും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഏത് മതവിശ്വാസിയാണെങ്കിലും, ഏത് പള്ളി പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഈ ജീവിതത്തിനകത്ത് അത്ഭുതം നടത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഇന്ന് പകൽ വെറുതെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ല, നമ്മുടെ പോരായ്മ മാറ്റാൻ, കണ്ണുകെട്ടിട്ട് പോകാനല്ല, യേശുവിന്റെ അത്ഭുതത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കർത്താവ് അവസരം നൽകുന്ന പോകുക. പ്രധാനമായിട്ട് വാക്കിൽ നിർത്താൻ പോകുക. പ്രിയമുള്ളവരെ, ഈ വിവാഹം നിശ്ചയമാണ്.
ഈ വിവാഹ നിശ്ചയത്തിൽ എന്തായിരുന്നു സംസാരിച്ചെന്താണ്? ഇവർ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഡീൽ വിത്ത് പ്രോമിസ് ഓഫ് മാരേജ്. ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിട്ടു, കുറി കൈമാറി. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, മാരിയേജിന്റെ എന്താ ഒരു ഉഭയസമ്മതം, ഞാൻ അടുത്ത ദിവസങ്ങളിൽ വിവാഹം കഴിച്ചോളാം. ഫ്രെഡി പറഞ്ഞു എന്താണെന്ന് അറിയാമോ? ഫ്രെഡി എന്താ പറഞ്ഞത്? ഫ്രെഡി അനിയോട് പറഞ്ഞെന്താ അറിയാമോ? ഐ വിൽ ടേക്ക് യു ആസ് മൈ വൈഫ്. അനു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഐ വിൽ ടേക്ക് യു ആസ് മൈ ഹസ്ബൻഡ്. രണ്ടുപേരും പറഞ്ഞ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ആ കുറിക്കരുത്ത് പറഞ്ഞേക്കുന്നതിലും ആ എഗ്രിമെന്റിൽ പറഞ്ഞേക്കുന്ന ഈ രണ്ട് കാര്യമുണ്ട്. നീ എൻ്റെ ഭാര്യ, അങ്ങൻ്റെ ഭർത്താവാണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞാൻ വിവാഹം കഴിച്ചോളാം. മരണം വരെ അച്ഛൻ എൻ്റെതാ, നീ എൻ്റെതാ. ഇതാ ഈ വിവാഹ നിശ്ചയിലേക്കാണ് എഴുതിയ ഏറ്റവും വലിയ സാരാംശം. മനസ്സിലായല്ലോ? വെറുതെ ഇട്ടു കൊടുക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻ്റ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്, ഒരു കോൺട്രാക്റ്റ് നടത്തിയിരിക്കുന്നത്. കർത്താവിന് വരവില്ലെങ്കിൽ മരണം വരെ എന്താ, നീ എൻ്റെ ഭാര്യയായിരിക്കും, അച്ഛൻ എൻ്റെ ഭർത്താവായിരിക്കും, എന്നും എന്നേക്കും നീ എൻ്റേതായിരിക്കും. അത് മാത്രമല്ല, പ്രതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, മരണം വരെ ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒരു വളരെ ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ് ഈ വിവാഹ നിശ്ചയത്തിനകത്ത് നിങ്ങൾ രണ്ടുപേരും എടുത്തിരിക്കുന്നത്. ആ കമ്മിറ്റ്മെൻ്റ് പുറത്താണ്, ആ കമ്മിറ്റ്മെൻ്റ് അടിസ്ഥാനത്തിലാണ് ഇനി വിവാഹം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഉത്തമ വിശ്വാസം നിങ്ങൾ രണ്ടുപേരെയും പരിക്കാനിടയായിത്തീരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിവാഹം ഇവിടെ നിശ്ചയം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം വിവാഹം നടക്കാൻ പോകുന്നു. പക്ഷേ ഈ വിവാഹം ഇവിടെ നിഴലായി നടക്കുമ്പോൾ പൊരുളായ മറ്റൊരു വിഭാഗമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയും പെട്ടെന്ന് മണവാളനായിട്ട് വരാൻ പോവുകയാണ്. ആ സന്തോഷമുള്ള കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ യേശു എത്രയും പെട്ടെന്ന് മണവാളനായിട്ട് വരാൻ പോകുക, തന്റെ കാന്തയെ ചേർക്കാൻ പോവുകയാണ്. എന്താണ്? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ആരാണ് യേശുവിന്റെ മണവാട്ടി? ആരെ ചേർക്കുവാനാ യേശു വരുന്നത്? യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് പറയുക, യേശുവേ, അങ്ങന്റെ മണവാളനാണ്, അങ്ങ് എനിക്ക് വലിയ ഇഷ്ടമാണ്, അങ്ങോട് ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എനിക്ക് അങ്ങയുമായിട്ടുള്ള ആഴമായ ബന്ധമാണ് യേശുവേ വേണ്ടിയെന്ന് പറഞ്ഞിട്ട് യേശുവുമായിട്ട് അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് വന്നിരിക്കുന്ന അവിടുത്തെ ജനത്തെ ചേർക്കാനാ യേശു വരുന്നത്. അങ്ങനെ ആ സമർപ്പണത്തിലേക്ക് വന്ന, ആ ഉഭയസമ്മതത്തിലേക്ക് വന്ന, ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്ന ധാരാളം പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തിലെ ജീവിതത്തിനകത്ത് 70-80 വർഷമാണ്. പക്ഷെ അതിനപ്പുറത്ത് യേശുവുമായിട്ട് വലിയ ജീവിതമുണ്ട്. ആ ആഴമായ ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ യേശുവുമായിട്ട് ആഴമായ ബന്ധം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ആ ആഴമായ ബന്ധത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഉഭയസമ്മതം ഏറ്റെടുത്തിരിക്കുക. ഞാൻ അങ്ങയുടെ വകയാണ്, ഞാൻ അങ്ങയെ സ്നേഹിച്ചുകൊള്ളാം, അങ്ങേക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന ആ ഉഭയസമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടക്കാൻ പോകുന്നതെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, അത്തരത്തിൽ യേശുവുമായിട്ട് ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കുന്നുവെങ്കിൽ നിങ്ങളും യേശുവിന്റെ മണവാട്ടിയായി തീരും. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. വിവാഹം എത്രയും പെട്ടെന്ന് വരാൻ പോവുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു, ഇന്ന് മുതൽ ഓഗസ്റ്റ് മാസം 10-ാം തീയതി വരെ ഉണ്ടല്ലോ കല്യാണത്തിന് വേണ്ടി ഫ്രെഡി എന്നാ ഒരുക്കമായിരിക്കും എന്നറിയാമോ? ഇപ്പൊ 10 ദിവസത്തിനുള്ളിൽ ഇത്രയും ഒരുങ്ങിയെങ്കിൽ ഇനി 8-9 മാസത്തിനുള്ളിൽ അനിയൊക്കെ എന്തോ ഒരുക്കമായിരിക്കും എന്നറിയാമോ? കാര്യം എന്നാ, കല്യാണത്തെ കുറിച്ച് ഓരോ ദിവസവും എണ്ണി എങ്ങനെ നല്ല മണവാട്ടിയായി തീരാൻ, എങ്ങനെ നല്ല മണവാളനായി തീരാമെന്നുള്ള ആകാംക്ഷയോടുകൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടെ ഭയങ്കര മത്സരം പിടിച്ച ഒരുക്കമായിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവ് മണവാളനായിട്ട് വരാൻ പോകുക. മണവാട്ടിയായിരിക്കുന്ന നാം ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരുങ്ങാനിടയായിത്തീരണം. ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് ഏത് സമയത്ത് വരും. അതുകൊണ്ട് ഇവിടുത്തെ ലോകപ്രകാരമുള്ള വിവാഹത്തിന് വേണ്ടി വളരെ കാര്യമായിട്ട് ഒരുങ്ങുന്നെങ്കിൽ
യേശു മണവാളനായിട്ട് വരാൻ പോകുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശുവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? യേശുവിന്റെ മണവാട്ടിയായി തീരാൻ നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ യേശുവിന്റെ മണവാട്ടിയായി തീരുവാൻ ഒരുങ്ങുവാൻ ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുക. പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാണ്. ഹല്ലേലൂയ. പാട്ട് പാടുന്നതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെ ചോദിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ച് പാട്ട്